മരണക്കെണിയായി സംസ്ഥാനത്തെ നിരത്തുകൾ ഈ വർഷം 600-ലേറെ ജീവനാണ് വാഹനാപകടത്തിൽ പൊലിഞ്ഞത്. ആലപ്പുഴ ദേശീയപാതയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഇന്ന് 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും അമിത വേഗവുമൊക്കെയാണ് മിക്ക അപകടങ്ങൾക്കും കാരണമാകുന്നത്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന് സമീപമുള്ള പെട്രോൾ പമ്പിന് മുന്നിൽ വെച്ച് ഇന്നലെ അർദ്ധരാത്രിയാണ് അപകടമുണ്ടായത്. കായംകുളത്ത് നിന്ന് ചേർത്തലയിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു സുഹൃത്തുക്കൾ. ചേർത്തല കുറുപ്പംകുളങ്ങര സ്വദേശിയാണ് അച്ചു എസ് ദാസ്. മാർത്താണ്ഡത്ത് നഴ്സിംഗിന് പഠിക്കുകയാണ്. കായംകുളത്ത് ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ചേർത്തലയിലെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് അഖിൽകൃഷ്ണ ബൈക്കുമായിട്ട് എത്തിയത്. അവിടെ നിന്ന് ബൈക്കിൽ പോകുമ്പോഴാണ് ഈ അപകടമുണ്ടായത്. പെട്രോൾ പമ്പിൻ്റെ സമീപത്ത് വെച്ച് ഒരു ലോറിയുടെ പിറകിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് മറിഞ്ഞു. ലോറിയുടെ പിൻചക്രത്തിനടിയിലേക്ക് കുട്ടികൾ വീഴുകയായിരുന്നു. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന കുളക്കട പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ തന്നെ പല സമയങ്ങളിലും സിഗ്നൽ തെറ്റിച്ച് വാഹനങ്ങൾ കയറി വരിക. ഇപ്പോൾ ഈ താഴത്ത് കുളക്കട ജംഗ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ആ സിഗ്നലിന്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. അതായത് ഏതെങ്കിലും ഒരു വാഹനം സിഗ്നൽ കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ KSRTC ബസ്സൊക്കെ തന്നെ പെട്ടെന്ന് നിർത്തുകയും അവിടെ ഒരു ഗതാഗത തടസ്സം ഉണ്ടാകുകയും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കൊയിലാണ്ടി ഇടവണ്ണപ്പാറ റോഡെന്ന് പറയുന്നത് കിലോമീറ്ററുകളോളം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരു പാതയാണ്. പ്രധാനപ്പെട്ടൊരു സംസ്ഥാന പാതയാണ്. ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്നതാണ്. പക്ഷേ ഇതിന്റെ നവീകരണം പൂർത്തിയായതോടുകൂടെ ഇതിലെ അശാസ്ത്രീയത മൂലം ഇവിടെ അപകടങ്ങൾ ഒഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ തന്നെ നിരവധി തവണ വാർത്തകൾ നൽകിയതാണ്. പല അപകടങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഏതാണ്ട് 3ഓളം അപകടങ്ങളാണ് ഉണ്ടായത്. ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ റോഡിൽ ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. റോഡ് മാർജിനില്ല, ഫുട്പാത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു വാഹനത്തിന് എതിരെ മറ്റൊരു വാഹനം വന്നു കഴിഞ്ഞാൽ കാൽനട യാത്രക്കാരും അതുപോലെ തന്നെ മറ്റ് ചെറിയ 2 വീലർ പോലുള്ള ചെറിയ വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ജംഗ്ഷനിൽ ഒരു തിരുവനന്തപുരത്തേക്കുള്ള ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് നിർത്തി ആളിറക്കുന്ന സമയത്ത് കിളിമാനൂർ ഭാഗത്തിന് തിരുവനന്തപുരത്തേക്ക് തന്നെ വന്നൊരു വാഹനം ആ ബസ്സിനെ കടന്നു പോകുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് എതിരെ വന്ന വാഹനം 2 വീലർ, ഒരു വിദ്യാർത്ഥി സഞ്ചരിക്കുന്ന 2 വീലറാണ് ഈ വാഹനവുമായി കൂട്ടിയിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വേഗത കൂടിക്കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ അത് വിളിച്ചു വരുത്തും. അതുകൊണ്ട് തന്നെ അടിയന്തരമായ ഇടപെടൽ ഈ MC റോഡിന്റെ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ്. പാലക്കാട് ശാലിശ്ശേരി ആലിക്കരയിൽ പിതാവിനൊപ്പം പെട്ടി ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് റോഡിലേക്ക് തെറിച്ചു വീണ 6 വയസ്സുകാരൻ മുഹമ്മദ് ഹൈസിൻ മരണപ്പെട്ടത്. കുട്ടി പിതാവിനൊപ്പം ഈ പെട്ടി ഓട്ടോറിക്ഷയുടെ ക്യാബിനിലിരുന്നാണ് യാത്ര ചെയ്തിരുന്നത്. ഡോർ അപ്രതീക്ഷിതമായി തുറന്ന് കുട്ടി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഇതേ വാഹനത്തിൻ്റെ പിൻചക്രം കുട്ടിയുടെ ദേഹത്തു കൂടി കയറി ഇറങ്ങുകയും ചെയ്തു. കോതച്ചിറ പുത്തൻപീടികയിൽ ഹനീഫയുടെ മകനാണ് മരിച്ച മുഹമ്മദ് ഹൈസിൻ. കുറ്റ്യാടി ചുരത്തിന്റെ 3ഉം 4ഉം വളവുകൾക്കിടയിലാണ് അപകടമുണ്ടായത്. ചുരം ഇറങ്ങി വരികയായിരുന്ന ലോറി നിയന്ത്രണം നഷ്ടമായാണ് ഈ അപകടമുണ്ടാക്കിയത്. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലമാണ് ഇവിടം. അതായത് ഈ പിക്കപ്പ് വാൻ പിന്നീട് 10 അടിയോളം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. പശു വാഹനത്തിൽ നിന്ന് തെറിച്ചു പോവുകയും ചെയ്തു. അരമണിക്കൂറിലധികം സമയം പിക്കപ്പ് വാനിൻ്റെ ഡ്രൈവർ വാഹനത്തിൽ കുടുങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്ന ഒരാൾക്കും കൂടിയാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. എല്ലാവരും സ്വകാര്യ ആശുപത്രികളിലാണ് ചികിത്സ തേടിയത്.